സഖാക്കളെ, ഞാൻ ഇത് മലയാളമാണ് സംസാരിക്കുന്നത്. തമിഴും മലയാളവും വലിയ വ്യത്യാസമൊന്നുമില്ല. എന്നാലും തമിഴിൽ കേൾക്കാൻ കഴിയാത്തതുകൊണ്ടാണ് മലയാളത്തിൽ തന്നെ പറയുന്നത്. പോണ്ടിച്ചേരിയിൽ ഇന്ന് ഒരു ചരിത്ര മുഹൂർത്തമാണ്. പോണ്ടിച്ചേരിയുടെ ചരിത്രത്തിൽ ആദ്യമായി പോണ്ടിച്ചേരിയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന്റെ നേതൃത്വത്തിൽ യാനത്തിൽ നിന്നും കാരിക്കാടിൽ നിന്നും പോണ്ടിച്ചേരിയിൽ നിന്നും മാഹിയിൽ നിന്നുള്ള സഖാക്കൾ ഒത്തുചേർന്നുകൊണ്ട് ഇവിടെ ഇന്ന് പോരാട്ടം സംഘടിപ്പിക്കുകയാണ്. പോണ്ടിച്ചേരി സംസ്ഥാനത്തിന്റെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ട് തന്നെയാണ് മാഹിയിൽ നിന്ന് ഞങ്ങൾ ആളുകൾ ഇവിടെ സമരത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. 700 കിലോമീറ്റർ അകലെയാണ് മാഹി. ആ 700 കിലോമീറ്റർ ദൂരത്തു നിന്നാണ് മാഹിയുടെ പ്രശ്നങ്ങൾ ഉയർത്തിക്കൊണ്ട് ഇന്ത്യയുടെ സമരം സംഘടിപ്പിക്കുന്നത്. അതോടൊപ്പം തന്നെ പോണ്ടിച്ചേരിയിലെയും യാനത്തെയും കാരിക്കാരിലെ സഖാക്കൾ ഈ സമരത്തിൽ അണിചേരുകയുണ്ട്. മാഹിയിലെത്തുന്ന അതേ മുദ്രാവാക്യം പോണ്ടിച്ചേരിയിലും യാനത്തും കാരിക്കാരിലുമെല്ലാം ഇന്ന് നിലനിൽക്കുന്ന പ്രശ്നങ്ങളാണ് എന്നതിന്റെ ഭാഗമായി തന്നെയാണ് എല്ലാ പ്രദേശത്തു നിന്നുള്ള സഖാക്കളും ഈ സമരത്തിൽ അണിചേർന്നിട്ടുള്ളത് എന്ന് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. വലിയ രീതിയിൽ ഇന്ന് നാം അഭിമുഖീകരിക്കുന്ന പോണ്ടിച്ചേരി സംസ്ഥാനം അഭിമുഖീകരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഉയർത്തിയാണ് ഞങ്ങൾ ഇവിടെ പ്രക്ഷോഭം സംഘടിപ്പിക്കുന്നത്. ഇതിനു മുന്നേ തന്നെ വൈദ്യുതി മേഖല സ്വകാര്യവൽക്കരിക്കുന്നത് പ്രതിഷേധിച്ചുകൊണ്ട് പോണ്ടിച്ചേരിയിൽ ശക്തമായിട്ടുള്ള പോരാട്ടം സംഘടിപ്പിച്ചിട്ടുണ്ട്. അന്നേ ദിവസം തന്നെ മാഹിയിലും ആ രീതിയിൽ ഒരു സംരംഭം ഞങ്ങൾ പ്രഖ്യാപിച്ചു നടന്നിട്ടുണ്ട്. അതോടൊപ്പം ഒത്തുചേരിച്ച് അഡ്മിനിസ്ട്രേറ്റർ മുഖാന്തരം മുഖ്യമന്ത്രിക്ക് ഞങ്ങൾ കൈമാറിയിട്ടുണ്ട്. ആ 13-ാം തീയതിയുടെ സമരവും പോണ്ടിച്ചേരിയിലും മാഹിയിലും ഒരേ ദിവസം സംഘടിപ്പിച്ചിട്ടുണ്ട്. അതിനുശേഷമാണ് ഇവിടെ വന്ന് സമരം നടത്തണം എന്ന് തീരുമാനിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ജനുവരി 8-ാം തീയതി സമരം നടത്തുന്നതിന് വേണ്ടി ഇവിടെ എത്തിയത്. ഞങ്ങൾ സമരത്തിന് ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ പോണ്ടിച്ചേരിയിലെ സഖാക്കളും യാനത്തെ സഖാക്കളും അതുപോലെ തന്നെ കാരിക്കാരുടെ സഖാക്കളും ഈ സമരത്തിന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് തന്നെ ഞങ്ങളുടെ പ്രശ്നവും ഇത് തന്നെയാണ് എന്ന് ഉയർത്തിക്കൊണ്ട് ഈ മുദ്രാവാക്യം തന്നെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അവരും ഈ സമരരംഗത്തുണ്ട്. പോണ്ടിച്ചേരിയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് 4 സ്ഥലത്തുള്ള 4 പ്രദേശത്തിലുള്ള സഖാക്കൾ സമരരംഗത്തേക്ക് വരുന്നത് എന്ന് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. യാനത്തിൽ നിന്ന് മാഹിയിൽ പോണ്ടിച്ചേരിയിലെത്തണമെങ്കിൽ 700 കിലോമീറ്റർ ഉണ്ട്. പോണ്ടിച്ചേരിയിൽ നിന്ന് മാഹിയിലെത്തണമെങ്കിൽ 700 കിലോമീറ്റർ ഉണ്ട്. അത്രയും ദൂരം താണ്ടിയിട്ടാണ് നമ്മുടെ സഖാക്കൾ ഇവിടെ സമരരംഗത്തേക്ക് എത്തിയിട്ടുള്ളത്. ഈ ഒരിക്കലും മഴയത്തും അതിനെയൊന്നും ഊസാതെ തന്നെ സമരത്തിന് വേണ്ടി വന്നിട്ടുണ്ട്. ഞങ്ങളുടെ ആവശ്യം മുഖ്യമന്ത്രിയെ ഞങ്ങളെ അറിയിച്ചിട്ടുണ്ട്. ഇന്നലെ ഞങ്ങള് മുഖ്യമന്ത്രിയുടെ വീട്ടിൽ പോയി മുഖ്യമന്ത്രിയെ കാണുകയുണ്ടായി. അദ്ദേഹത്തിന് മെമ്മോറാണ്ടം കൊടുത്ത് അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞത് 2 കാര്യങ്ങൾ പെട്ടെന്ന് തന്നെ ചെയ്യും എന്നാണ്. ഒന്ന് റേഷന്റെ കാര്യം, റേഷൻ അത് ഫ്രീ സൗജന്യ റേഷൻ അതേപോലെ പെട്ടെന്ന് കൊടുക്കാനുള്ള സംവിധാനം ഏർപ്പെടുത്തും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. മറ്റൊന്ന് വിദ്യാഭ്യാസ മേഖലയിൽ ഇന്ന് ഉദ്യോഗ നിയമനങ്ങൾ, ആ ഉദ്യോഗ നിയമനങ്ങൾ പോണ്ടിച്ചേരിയിലായാലും മാഹിയിലായാലും യാനത്തായാലും കാരിക്കാടായാലും എല്ലാ മേഖലയിലും ഉദ്യോഗ നിയമനങ്ങൾ നിലനിൽക്കുകയാണ്. ആ ഉദ്യോഗ നിയമനങ്ങൾ പെട്ടെന്ന് നടത്താനുള്ള സംവിധാനം ഉണ്ടാക്കുമെന്നാണ്. അതുപോലെ തന്നെ ഞങ്ങൾ ആവശ്യപ്പെട്ടത് പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി തെരഞ്ഞെടുപ്പ് നടത്തണമെന്നാണ്. ആ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി നടത്തണമെന്ന് അദ്ദേഹത്തോട് പറഞ്ഞപ്പോൾ അത് പൊളിറ്റിക്കലാണ് എന്നാണ് ഞങ്ങളോട് പറഞ്ഞ ഉത്തരം. അതുപോലെ തന്നെ വൈദ്യുതി മേഖല സ്വകാര്യവൽക്കരണവും അതുപോലെ തന്നെ സ്മാർട്ട് മീറ്റർ സ്ഥാപിക്കും എന്നതിന്റെ പ്രശ്നവും ഉയർത്തിയപ്പോൾ അദ്ദേഹം പറഞ്ഞത് അത് രണ്ടും പൊളിറ്റിക്കലാണ് എന്നുള്ള രീതിയാണ്. ആ രീതിയിൽ മാഹിയിലും പോണ്ടിച്ചേരിയും കാരിക്കാരും എല്ലാം നിലനിൽക്കുന്ന ഒരേ മുദ്രാവാക്യങ്ങളാണ് ഞങ്ങൾ ഇതോടൊപ്പം ഉയർത്തിയിട്ടുള്ളത്. അതിനു പുറമെ മാഹിയുടെ വികസനം മുരടിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ്. വർഷങ്ങളായി പല പദ്ധതികളും പാതി വഴിയിൽ നിലനിൽക്കുന്നു. അതിനാവശ്യമായിട്ടുള്ള നടപടികൾ ഉണ്ടാവണം എന്ന് ഞങ്ങള് ഈ പുതുച്ചേരി ഗവൺമെന്റിനോട് അഭ്യർത്ഥിക്കുകയാണ്. പലഘട്ടങ്ങളിലും ഞങ്ങൾക്കറിയാം മാഹിയെ അവഗണിക്കുന്ന രീതിയാണ് പോണ്ടിച്ചേരി സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാവുന്നത്.
രംഗസ്വാമിയുടേതായാലും നാരായണസ്വാമിയുടെ ഓണത്തിനായാലും ഈ അവഗണന തുടരുന്ന സ്ഥിതിയാണ്. വലിയ പദ്ധതികൾ ഹാർബർ, അതുപോലെ തന്നെ തോമസ് കെയർ യൂണിറ്റ്, അതുപോലെ പുളിയോട് നടപ്പാത, അതുപോലെ തന്നെ ഇൻഡോർ സ്റ്റേഡിയം, ആശുപത്രി, ഇതിനെല്ലാം തറക്കല്ലിട്ട് പണി തുടങ്ങിയിട്ടല്ലാതെ വർഷങ്ങൾ 15 കഴിഞ്ഞിട്ടും അത് പുരോഗമിക്കാത്ത ഒരു സാഹചര്യത്തിൽ ഉരടിച്ചു നിൽക്കുന്ന വികസന പ്രവർത്തനങ്ങൾ അത് പുനഃസ്ഥാപിച്ചുകൊണ്ട് തന്നെ അത് എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കായ നടപടികൾ ഉണ്ടാവണം എന്നതാണ്. റേഷന്റെ കാര്യം പറയുമ്പോൾ ഒന്നിക്കേറി സംസ്ഥാനത്ത് BPL കാരുടെ എണ്ണം കൂടുതലുണ്ട്. എന്നാൽ മാഹിയിൽ ഇതുവരെ ഉണ്ടായിരുന്നത് 2% ആളുകൾ മാത്രമേ BPL കാർഡിൽ ഉണ്ടായിരുന്നു എന്നതാണ്. ആണ്ട് പോണ്ടിച്ചേരിയിൽ 48%, കാരിക്കാരിൽ 50%, യാനത്ത് 72% ആളുകൾ BPL കാർഡിൽ ഉണ്ടാകുമ്പോൾ മാഹിയിൽ 2% ആളുകൾ മാത്രമേ BPL കാർഡിൽ വരുന്നുള്ളൂ. അതുകൊണ്ട് പാവപ്പെട്ട ജനങ്ങൾക്ക് കിട്ടാനുള്ള അവകാശങ്ങൾ അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്ന രീതിയാണ് മാഹിയിലുള്ളത്. ഇപ്പം കൂടുതൽ കുറെ പ്രക്ഷോഭങ്ങളെല്ലാം നടത്തിയതിന്റെ ഭാഗമായി ആ 10% ആളുകൾക്ക് BPL കാർഡ് ഇപ്പം അനുവദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ പറയുന്നത് അർഹതപ്പെട്ട മുഴുവൻ ആളുകൾക്കും BPL കാർഡ് നൽകുവാനും അതിന്റെ ആനുകൂല്യങ്ങൾ എത്തിച്ചു കൊടുക്കാനും കഴിയണമെന്നാണ്. നമുക്കറിയാം, ഒരു കാലത്ത് ഏറ്റവും കൂടുതൽ പോലീസുകാരെക്കാളും അരിഭക്ഷണം അരികഴിക്കുന്നത് മാഹിക്കാരാണ്. മാഹിയിൽ റേഷൻ തലമണ്ണയില്ല, റേഷൻ കട പൂട്ടിയിരിക്കുകയാണ്. അതുകൊണ്ട് വർഷങ്ങളായി പൂട്ടിക്കിടക്കുന്ന ഈ റേഷൻ കട തുറന്ന് പ്രവർത്തിക്കാനും അതുപോലെ തന്നെ റേഷൻ പുനഃസ്ഥാപിക്കാനും ആവശ്യമായിട്ടുള്ള നടപടി ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവണം എന്ന് ഞങ്ങൾ സൂചിപ്പിക്കുകയാണ്. ആ രീതിയിലേക്ക് റേഷൻ പുനഃസ്ഥാപിക്കാൻ ആവശ്യമായുള്ള നടപടികൾ ഉണ്ടാവണം. വൈദ്യുതി മേഖല സ്വകാര്യവൽക്കരിക്കാനുള്ള നടപടി അവസാനിപ്പിക്കണം. സ്മാർട്ട് മീറ്റർ സ്ഥാപിച്ച് ജനങ്ങളെ കൊള്ളയടിക്കുന്ന ഈ കേന്ദ്ര ഗവൺമെന്റിന്റെ നയം തിരുത്തണം എന്നുള്ള മുദ്രാവാക്യങ്ങളാണ് ഞങ്ങൾ ഇതിൽ ഉയർത്തുന്നത്. അതുപോലെ തന്നെ ആശുപത്രിയുടെ ശോചനീയാവസ്ഥ മിക്ക ഓഫീസുകളിലും പാതിയിലധികം ഉദ്യോഗസ്ഥർ ഒഴിഞ്ഞു കിടക്കുകയാണ്. പാതിയിലധികം നിയമനങ്ങൾ നടത്തേണ്ടതായിട്ടുണ്ട്. ആ നിയമനങ്ങളെല്ലാം നടത്തിക്കൊണ്ട് ജനങ്ങൾക്ക് സഹായകരമാകുന്ന രീതിയിലും അതുപോലെ തന്നെ യുവാക്കൾക്ക് തൊഴിൽ ലഭിക്കാൻ ആവശ്യമായുള്ള നടപടികൾ ഉണ്ടാവണം എന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. ഈ രീതിയിൽ വിവിധ മുദ്രാവാക്യങ്ങൾ ഉയർത്തിക്കൊണ്ട് ഞങ്ങൾ നടത്തുന്ന ഈ സമരത്തിൽ നിരവധി നേതാക്കന്മാർ പങ്കെടുക്കുന്നുണ്ട്. നമുക്കറിയാം, ഈ സമരം ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ പ്രൊജക്ട് ബ്യൂറോ മെമ്പറായിട്ടുള്ള G. രാമകൃഷ്ണൻ. അതുപോലെ തന്നെ ഈ സമരത്തെ അഭിവാദ്യം ചെയ്ത് സംസാരിക്കുന്നത് നമ്മുടെ മുൻ കേന്ദ്ര കമ്മിറ്റി അംഗമായിരുന്ന സുധാ പുത്രറാമാണ്. അതുപോലെ തന്നെ പോണ്ടിച്ചേരിയിലെ മുതിർന്ന CPIM നേതാവായിട്ടുള്ള ഈ മുരുകൻ, അതുപോലെ തന്നെ രാജാന്തം, അതുപോലെ തന്നെ കാര്യക്കാരില്ല തമിഴ്, അങ്ങനെ എല്ലാ സ്ഥലത്തുള്ള എല്ലാ നിരവധി നേതാക്കൾ ഇവിടെയുണ്ട്. കേരളത്തിൽ നിന്ന് പോലീസ് മാഹിയിൽ നിന്ന് വന്നിട്ടുള്ള സഖാവ് MP ജയരാജൻ, കണ്ണൂർ ജില്ലാ സെക്രട്ടറി MP ജയരാജൻ, അതുപോലെ തന്നെ ജില്ലാ സെക്രട്ടറി മെമ്പർ കാരായി രാജൻ, അതുപോലെ നമ്മുടെ ഏരിയ സെക്രട്ടറി CK രമേശൻ, അതുപോലെ തന്നെ കാരായി ചന്ദ്രശേഖരൻ, V. സജി, അതുപോലെ ജയപ്രകാശ്, അതുപോലെ നേതാക്കന്മാരെല്ലാം ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. മറ്റ് പ്രദേശത്തുള്ള എല്ലാ നേതാക്കളെയും വൈദ്യുതിക്ക് വേണ്ടി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ വാക്ക് അവസാനിപ്പിക്കുകയാണ്.